നെക്സ്റ്റിൽ ഷെഫ് പിള്ളയുടെ ഫിഷ് നറുവാണിയോ മറ്റും തിരുവനന്തപുരത്തുകാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുമോ? താങ്ക് യു സോ മച്ച് മോളെ, താങ്ക് യു. അത് ഉറപ്പായിട്ടും ഇതൊരു രാമശ്ശേരി ഇഡ്ഡലി കഴിച്ച വരെ തിരുവനന്തപുരത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ. അതിനു മുമ്പ് you should communicate to them on the Nirvana story, how it originated. നിർവാണയുടെ സ്റ്റോറി അത് ശരി സാറ് പറഞ്ഞ പോലെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ആ ഒരു ആരാമത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒരു ഗാർഡൻ, അതൊക്കെ ഈ നിർവാണയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഭവം. ഈ നിർവാണ എന്ന് പറഞ്ഞൊരു ഡിഷ് പണ്ട് ഇത് ഉണ്ടായിരുന്നൊരു സംഭവമാണ് കേരളത്തിൽ. ഇത് ഉണ്ടാക്കിയ ഇതിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വന്നത് തന്നെ റാവിസിൽ ഞാൻ ക്രിസ്കയിൽ വന്നു. ക്രിസ്കയിൽ വന്നു അദ്ദേഹത്തിന് ഒരു അഷ്ടമുടി കായലിലൂടെ ഒരു 4 മണിക്കൂറുള്ള ഒരു കായൽ സഞ്ചാരത്തിൽ പോയപ്പം അവിചാരിതമായിട്ട് കരിമീൻ ഇദ്ദേഹം ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അന്ന് IPL ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്ലെയറായിട്ട് അദ്ദേഹത്തിൻ്റെ പീക്ക് സമയത്ത് നിൽക്കുമ്പോഴാണ് കൊല്ലത്ത് വരികയും അപ്പോൾ അങ്ങനെ ഒരു ചാൻസിൽ കായലിലൂടെ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിനുള്ള എല്ലാ ഭക്ഷണവും ബോട്ടിൽ റെഡിയാക്കി നിൽക്കുമ്പോഴാണ് ഒരു ഫിഷർമാൻ ലൈവായിട്ട് കുറേ കരിമീൻ പിടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ കരിമീൻ അദ്ദേഹം തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കിത്താൽ ഞാൻ ഈ മീൻ പൊള്ളിച്ചൊക്കെ കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഡിഷിലേക്ക് വരികയും അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ലോക്ക്ഡൗൺ പീരീഡിൽ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തപ്പോൾ അങ്ങനെ പോയത്. തീർച്ചയായിട്ടും ഈ മോള് പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തെ ഒരു റെസ്റ്റോറൻറ്റ് കേരളത്തിൻ്റെ ഒരു തലസ്ഥാനം എന്നതിലുപരി ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയരുള്ള അനന്തപുരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മുടെ തുടങ്ങുക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. അങ്ങനെ 1-2 പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം എത്രയും വേഗം വിടരണം തുടങ്ങും എന്നുള്ളത് ഒരു ഉറപ്പ് പറയാണ്. താങ്ക് യു സോ മച്ച്.